നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ യൂട്യൂബിൽ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണ്. ഒരു ദിവസമെങ്കിലും നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യാത്ത ദിവസം ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് യൂട്യൂബിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില രഹസ്യങ്ങളുണ്ട് നമ്മുടെ യൂട്യൂബിനകത്ത്. നമുക്ക് എന്തൊക്കെ നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. യൂട്യൂബിൻ്റെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണുന്ന ഈ കാണുന്ന സെറ്റിങ്സിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കുറച്ച് താഴെ ഭാഗത്തേക്ക് വരിക. ഇവിടെ കാണാം പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏറ്റവും മുകളിൽ മൈ ആഡ് സെൻറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഏത് മെയിൽ ഐ ഡി ആണോ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ കാണുന്നെങ്കിൽ ആ മെയിൽ ഐ ഡി ഇതിനകത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഒന്നിൽ കൂടുതൽ മെയിൽ ഐ ഡി ഉള്ള ആളുകൾക്കാണ് ഇങ്ങനെ കാണിക്കുക. ഇവിടെ പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്ന് കാണാൻ സാധിക്കും. ഇത് ഓൺ ആയിരിക്കും. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നേരെ താഴെ കാണുന്ന ഭാഗത്ത് ടേൺ ഓഫ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ചെയ്തതിന് മുമ്പ് നിങ്ങളിവിടെ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് നമ്മൾ സെർച്ച് ചെയ്യുന്ന ഡാറ്റയുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നമുക്ക് വരും. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും അതുപോലെ തന്നെ മൊബൈൽ ഫോണിലാണെങ്കിലും ഒക്കെ ഗൂഗിൾ സജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പരസ്യങ്ങൾ വരും. ഇപ്പോൾ യൂട്യൂബിൽ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും പരസ്യത്തിലൊക്കെ നമ്മൾ അറിയാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ യൂട്യൂബ് സേവ് ചെയ്ത് വെക്കുകയും പിന്നീട് നിങ്ങളുടെ ഫോണിനകത്തേക്ക് നിങ്ങൾക്ക് ഏതൊക്കെ ആപ്പുകളോ വെബ്സൈറ്റുകളോ നിങ്ങൾ ഓപ്പൺ ചെയ്തെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ക്ലിക്ക് ചെയ്ത് പോയ പരസ്യത്തിൽ ആ പരസ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിനകത്തുള്ള എല്ലാ ആപ്പിലും വെബ്സൈറ്റിലും ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡാറ്റ നിങ്ങൾ പേഴ്സണലൈസ് ഡാറ്റ ഇവിടെ സേവ് ആയി കിടക്കും. അപ്പോൾ ഇത് ഓഫ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും താഴെ ടേൺ ഓഫ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പോപ്പപ്പ് കാണിക്കും. താഴെ ഗോട്ട് ഇറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇവിടെ വായിച്ച് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും എന്തൊക്കെ ആക്ടിവിറ്റികളാണ് നമ്മൾ യൂട്യൂബിനകത്ത് വീഡിയോ കാണുമ്പോൾ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികളൊക്കെ അത് സ്റ്റോർ ചെയ്യുകയും ആ സ്റ്റോർ ചെയ്ത് നമുക്ക് നമ്മുടെ ഫോണിനകത്തുള്ള ആപ്പുകളിലേക്കും നമ്മൾ ഓപ്പൺ ചെയ്ത ചില വെബ്സൈറ്റുകളിലേക്കൊക്കെ ആ ഒരു ആഡ്സ് നമുക്ക് സജസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ നമ്മൾ അറിയാതെ ക്ലിക്ക് ചെയ്ത് ചില പരസ്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മറ്റ് ആപ്പുകളിലേക്കും വെബ്സൈറ്റിലേക്കും തരാതിരിക്കുന്നതിന് വേണ്ടി ഈ സെറ്റിങ്സ് നിങ്ങൾക്ക് ഓഫ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ യൂട്യൂബിനകത്ത് ഈ ഒരു സെറ്റിങ്സ് തീർച്ചയായിട്ടും മാറ്റം വരുത്തണം. മാറ്റം വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ യൂട്യൂബ് ഉപയോഗിച്ച് തുടങ്ങുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.